അമാവാസി ധ്യാനം, പൗർണമി ധ്യാനം, ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ധ്യാന പദ്ധതികൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം? ഇതിൽ ഏതാണ് ശരി? ശരിയാണ്, രണ്ട് തരത്തിലുള്ള ധ്യാന രീതികളുണ്ട്. ഒന്ന് കണ്ണടച്ചു പിടിച്ചിട്ട് ധ്യാനം ചെയ്യുമ്പോൾ കണ്ണടച്ചു പിടിച്ച് ധ്യാനം ചെയ്യുക എന്നുള്ളതാണ്. കണ്ണടച്ചു പിടിച്ച് ധ്യാനം ചെയ്യുന്നതിനെയാണ് നമ്മൾ അമാവാസി ധ്യാനം എന്ന് പറയുന്നത്. കണ്ണ് തുറന്നു പിടിച്ചുകൊണ്ട് കണ്ണുകളെ നമ്മൾ ആജ്ഞാചക്രത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ധ്യാനത്തെയാണ് പൗർണമി ധ്യാനം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് രണ്ടിലും ഏതാണ് ശരി എന്ന് ചോദിച്ചാൽ രണ്ടും ശരിയാണ്. ചില സെക്ടേഴ്സ്, ചില യോഗ പദ്ധതിയിൽ അമാവാസി ധ്യാനമാണ് അവര് പറയുന്നത്, നിഷ്കർഷിക്കുന്നത്. ചിലതിൽ അവർ പൗർണമി ധ്യാനം നിഷ്കർഷിക്കുന്നു, അത്രേ ഉള്ളൂ. ഇതില് കാര്യം എന്താണെന്ന് വെച്ചാൽ മനസ്സിനെ ഫോക്കസ് ചെയ്യുക. ധ്യാനത്തിൽ നമ്മൾ മനസ്സിനെ ഫോക്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരീരത്തിലെ ഓരോ ചക്രങ്ങളിലായിട്ട് മനസ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ മനസ്സിനെ സഹസ്രാരത്തിൽ എത്തിക്കുന്നത്. മനസ്സ് എവിടെയാണോ, എവിടെ സഞ്ചരിക്കുന്നോ അല്ലെങ്കിൽ എവിടെ നിൽക്കുന്നോ അവിടെ പ്രാണനും നിൽക്കുന്നു, അവിടെ നമ്മളുടെ ഊർജവും അവിടെ എത്തുന്നു എന്നുള്ളതാണ്. അതായത് ഊർജത്തെ നയിക്കാൻ നമ്മുടെ ശ്രദ്ധ കൊണ്ടാണ് ഊർജത്തെ, നമ്മൾ മൈൻഡിനെ എവിടെയാണ് ഫോക്കസ് ചെയ്ത്, അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ ശരീരത്തിലൂടെ നമ്മളുടെ പ്രാണനെ, ഊർജത്തെ മുകളിലേക്ക് കയറ്റുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് ധ്യാനം തുടങ്ങുമ്പോൾ തന്നെ കണ്ണുകളെ തുറന്നു പിടിച്ചുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അത്തരം പ്രകൃതമുള്ള ആളുകൾ കണ്ണടച്ചു പിടിച്ചിട്ടുള്ള ധ്യാനത്തിൽ തുടങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ കണ്ണടച്ചു പിടിക്കുമ്പോൾ മറ്റ് ഡിസ്ട്രാക്ഷൻസ് കുറയും, അപ്പോൾ മനസ്സിനെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള പ്രകൃതമുള്ള ആളുകൾ അമാവാസി ധ്യാനമാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. എന്നാൽ ചില ആളുകൾ കുറച്ചുകൂടി ഉയർന്ന നിലയിലായിരിക്കും. അവർക്ക് കണ്ണ് തുറന്ന് പിടിച്ചിട്ട് കണ്ണിനെ ആജ്ഞാചക്രത്തിൽ ഫോക്കസ് ചെയ്ത് ശാംഭവി മുദ്രയിൽ തന്നെ ധ്യാനത്തിൽ പ്രവേശിക്കാൻ കഴിയും. അങ്ങനെയുള്ള കഴിവുള്ള ആളുകൾക്ക് പൗർണമി ധ്യാനത്തിൽ തന്നെ തുടങ്ങാവുന്നതാണ്. അവർക്കിപ്പോൾ അമാവാസി ധ്യാനത്തിൽ തുടങ്ങേണ്ടതില്ല. പക്ഷെ ഏത് തന്നെ ചെയ്താലും, ഇപ്പൊ അമാവാസി ധ്യാനമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഊർജം, നമ്മളുടെ ഉള്ളിലുള്ള പ്രാണിക് ഊർജം ഉയർന്നു വരുമ്പോൾ അത് ആജ്ഞാചക്രത്തിലെത്തുമ്പോൾ, ആജ്ഞാചക്രം ആക്ടിവേറ്റ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ കണ്ണുകൾ അവിടെ ഫോക്കസ് ആവും. ശാംഭവിയിൽ നമ്മളുടെ ആജ്ഞാചക്രത്തിൽ ഫിക്സ് ആവും. അപ്പോ അങ്ങനെയാണ് നമ്മൾ ആ ലക്ഷ്യത്തിലെത്തുന്നത്. അപ്പൊ ശാംഭവി യഥാർത്ഥത്തിൽ ആദ്യമേ പ്രാക്ടീസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ശാംഭവിയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന. അപ്പൊ അമാവാസി കണ്ണടച്ചു പിടിച്ചിട്ടുള്ള ധ്യാനം ചെയ്യുകയാണെങ്കിലും ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് നമ്മളുടെ ദൃഷ്ടികൾ അവിടെ ഫോക്കസ് ആയിട്ട് ആ ശാംഭവി മുദ്ര സംഭവിക്കും. അപ്പൊ ശാംഭവി മുദ്ര സംഭവിക്കുക എന്നുള്ളതാണ്. ശാംഭവി മുദ്ര സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ഇടയിലൂടെയും പിങ്കളയിലൂടെയും ഒഴുകുന്ന ഊർജം ഒന്നായി സുഷുമ്നയിലൂടെയുള്ള ഊർജപ്രവാഹമാവുന്നത്. അപ്പോൾ യോഗത്തിന്റെ ഒരു ലക്ഷ്യം സുഷുമ്നയിലൂടെ, സാധാരണ ഇടയിലൂടെയും പിങ്കളയിലൂടെയും ഒഴുകിക്കൊണ്ടിരിക്കുന്ന പ്രാണിക് ഊർജത്തെ സുഷുമ്നയിലൂടെ ഒഴുക്കുക എന്നുള്ളതാണ്, സുഷുമ്നയിലൂടെ ആക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് സംഭവിക്കുന്നതിന്റെ ഒരു സ്റ്റേജാണ് ശാംഭവി, ഒരു ഉപാധിയാണ് ശാംഭവി മഹാമുദ്ര. അപ്പൊ ശാംഭവി സംഭവിക്കേണ്ട ഒന്നാണ്, ധ്യാനത്തിൽ നമ്മൾ മുന്നേറുമ്പോൾ സംഭവിക്കേണ്ട ഒന്നാണ്. അപ്പോ അത് ഇപ്പൊ നമ്മൾ അമാവാസി ധ്യാനം ചെയ്താലും അവസാനം നമ്മൾ ആ ശാംഭവിയിൽ എത്തും. നേരിട്ട് തന്നെ ശാംഭവിയിൽ തുടങ്ങാൻ പറ്റുന്ന ആളുകൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പൊ ഏത് ശരി ഏത് തെറ്റ് എന്നുള്ള ചോദ്യം ഉദിക്കുന്നില്ല. ഏതാണ് നമുക്ക് കംഫർട്ടബിൾ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം വ്യത്യസ്തമായ ആളുകള്, ഉപാസകര് വ്യത്യസ്തമായ പ്രകൃതത്തിലുള്ളവരാണ്, വ്യത്യസ്തമായ ശേഷിയുള്ളവരാണ്. അപ്പോൾ നമ്മളുടെ കംഫർട്ടിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഏതാണോ നമുക്ക് അനുയോജ്യമായിട്ടുള്ള സാധനാ പദ്ധതി അതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് അതാണ് ശരിയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നേരിട്ട് തന്നെ പൗർണമി ധ്യാനത്തിലെടുത്ത് കണ്ണ് ഇവിടെ ഫിക്സ് ചെയ്യാൻ ശ്രമിച്ച് അതിന് നടക്കാതെ, മൈൻഡ് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നതിനേക്കാൾ കണ്ണ് അടച്ചു പിടിച്ചാൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് തന്നെയാണ് നല്ലത്. അപ്പോൾ ചുരുക്കം ഇതാണ്, ഏത് സാധനാ പദ്ധതി ആയാലും അത് ഉപാസിക്കുന്ന ആൾക്ക്, അത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് ഏതാണ് കംഫർട്ടബിൾ എന്ന് നോക്കിയിട്ട് ഉള്ള രീതിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ യോഗ പദ്ധതി തന്നെ ആവിഷ്കരിച്ചിരിക്കുന്ന ഇങ്ങനെ വ്യത്യസ്ത തരം ആളുകൾക്ക് വ്യത്യസ്തമായ രീതികൾ അംഗീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ ഒരെണ്ണം മാത്രമാണ് ശരി എന്ന് പറയുന്നതിൽ
കാര്യമൊന്നുമില്ല. അത് അങ്ങനെ പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം അതാണ് ശരി, അത്രേ ഉള്ളൂ. അവർക്ക് അതാണ് കംഫർട്ടബിൾ, അപ്പൊ അവരത് മാത്രമാണ് ശരിയെന്ന് ശഠിക്കുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മള് ഇങ്ങനെയുള്ള സൈദ്ധാന്തിക ശാഠ്യങ്ങൾക്കൊന്നും നിൽക്കേണ്ടതില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമുക്ക് ഏതാണോ കംഫർട്ടബിൾ ആ സാധനാ പദ്ധതി തിരഞ്ഞെടുക്കുക, ആ സാധനയിൽ നമ്മൾ മുന്നേറുക എന്നുള്ളതാണ് ശരിയായ രീതി. യോഗയുമായി ബന്ധപ്പെട്ട ഇത്തരം നിരവധി വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സാപ്പ് ചെയ്യുക.